നമ്മൾ 90 കിലോമീറ്റർ പിന്നിട്ടിട്ട് നമ്മൾ നേരെ KSRTC കടന്നു പോകുന്നിരിക്കുകയാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയായിരുന്നു 90 കിലോമീറ്ററും. നമ്മൾ രാവിലെ വന്ന് പരിചയപ്പെടുന്ന ഓരോ മുഖങ്ങളും ഒരു ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് അടുത്ത് പരിചയപ്പെട്ട മുഖങ്ങളായി മാറും. വൈകുന്നേരം പിരിയുമ്പോഴേക്കും അവരിൽ ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ ആത്മബന്ധത്തോടു കൂടിയായിരിക്കും നമ്മൾ പിരിയുന്നത്. അപ്പോൾ ഈ KSRTCയുടെ ഈ യാത്ര ഞാൻ വളരെ അധികം ആസ്വദിച്ചു. ചെറിയ ഒരു തടാകം, അതിൻ്റെ വൈബില് ഇപ്പുറത്തതാ ക്ഷേത്രം. വഞ്ചികളെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായി കിടക്കുകയാണേ. ചേട്ടന്മാരെല്ലാം വഞ്ചികൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഈ ടൂർ പാക്കേജ് ലീഡ് ചെയ്തത് ഷിജു ചേട്ടനും ഷമീർക്കായുമാണ്. അവർ രണ്ടുപേരും ആയിരുന്നു മാറി മാറി ഡ്രൈവ് ചെയ്തു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു. എല്ലാം ടൂറിനെ വളരെ വിജയിപ്പിക്കുന്നതിൽ അവർ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ടൂർ പാക്കേജിന്റെ ലീഡ് ചെയ്യുന്ന ഗണേഷ് സാറ്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് ഈ ടൂർ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് KSRTCയുടെ ഗവി ട്രിപ്പിലേക്കാണ് കേട്ടോ. ഗവി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഗവി, അടവി, അതേപോലെ അടവിയിൽ കൊട്ടവഞ്ചി സഫാരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടെയാണ് ഇന്ന് നമ്മളുടെ KSRTC ട്രിപ്പ്. അത് എല്ലാ ജില്ലകളിൽ നിന്നും KSRTC ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പെരുമ്പാവൂര് ട്രിപ്പിൽ നിന്നാണ് കേട്ടോ. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്ന KSRTC അല്ല, മറ്റേ KSRTC വന്നത് കാരണം ഒന്ന് കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്നാണ്. അപ്പോൾ അതേപോലെ ഒരുപാട് ട്രിപ്പുകൾ KSRTC ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ 4 മണിക്ക് പെരുമ്പാവൂർ ഡിപ്പോയിൽ എത്തിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഇൻട്രോ എടുത്തത്. നമ്മൾ പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് എത്തി അടവി, കുട്ടവഞ്ചിയും ഒക്കെ കടന്ന് കുറച്ച് ഡാമുകളും ഒക്കെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ ഒക്കെ നമുക്ക് കണ്ടിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ ഒരു 10 കിലോമീറ്ററോളം പോകണം ഗവിയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളും കണ്ട് അത് കഴിഞ്ഞിട്ട് പരുന്തുംപാറയൊക്കെ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശാലമായ ഒരു ട്രിപ്പാണ്. അപ്പോൾ ആ ട്രിപ്പിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാം. 2100 രൂപയാണ് ഇതിന് ഒരാൾക്ക് പെർ ഹെഡ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോകാം. ഒരു KSRTCയുടെ ഡിപ്പോയിൽ നിന്നുള്ള ഞങ്ങളുടെ ഗവി ട്രിപ്പ് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇതാണ് പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡ്. ഇപ്പോൾ സമയം 4 മണിയാണ് കേട്ടോ. അപ്പോൾ 4 മണിക്ക് ഞങ്ങൾ ഗവി ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഇതേ ഞങ്ങളുടെ വണ്ടി ഇതേ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ രാവിലെ 4 മണിക്ക് ഞാൻ വന്നു. വണ്ടി ഇതേ ഇവിടെ കയറി പാർക്ക് ചെയ്തു. നമുക്ക് കാർ കൊണ്ടുവന്നാലും ഏതായാലും ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉല്ലാസയാത്ര ആരംഭിക്കാം. മിക്കവാറും അവധി ദിവസങ്ങളൊക്കെ കേന്ദ്രീകരിച്ചും ഒക്കെ ഇവിടെ നിന്ന് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ 4 മണിക്ക് നമ്മൾ തുടങ്ങിയ യാത്ര നമ്മൾ നേരെ പൊൻകുന്നത്തെത്തി. ഇവിടെ സ്റ്റാൻഡിൽ എത്തിയിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് ടോയ്ലറ്റിലൊക്കെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഗവിയിലേക്കും അവിടെ നിന്ന് നേരെ അടവി, കൊട്ടവഞ്ചി സവാരിക്കും കൂടി കയറി പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ യാത്രയിലേക്ക് എല്ലാം കടന്നു പോവാം. നമ്മുടെ പൊൻകുന്നം സ്റ്റാൻഡിൻ്റെ വൈബാണേ. വരുന്ന വഴിക്ക് വണ്ടി ഒതുക്കിയത് ഞങ്ങൾ നേരെ ആരോമ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ്. അപ്പോൾ രാവിലത്തെ പ്രാതൽ അത് നമ്മുടെ പേഴ്സണൽ ഇതാണ്. ഉച്ചത്തേത് KSRTC നമ്മൾ കൊടുത്തിരിക്കുന്ന 2100 രൂപയിൽ വരുന്ന ബഡ്ജറ്റാണ് ഉച്ചത്തെ ഫുഡ്. നിങ്ങൾക്ക് ഞാനായിട്ട് ഫുഡ് കറികളല്ലായിരുന്നു. അപ്പം മീൻ കറിയിലായി എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ്. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? എന്തായിരുന്നു? അപ്പം മുട്ടക്കറി. എല്ലാവരും അപ്പം മുട്ടക്കറി തന്നെയായിരുന്നു.
ഇവിടുത്തെ കൊട്ടവഞ്ചി സഫാരി അടിപൊളിയാണ്. അടവി എന്താ ബോൾ ബോട്ട് സെന്റർ കോന്നി എക്കോ ടൂറിസം. അത് അവർ നന്നായിട്ട് ശരിക്കും ആസ്വദിച്ചുള്ള രീതിയിലുള്ള എൻജോയ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വഞ്ചി കറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പ്രഷറും ഷുഗറും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് തലകറങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം ഇവിടെ എത്തുമ്പോൾ. കാരണം അങ്ങനെ അവർ നേരത്തെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ കറക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തലകറക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് വേണമല്ലോ അല്ലേ? ടിക്കറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പാണ് എല്ലാവരും. ഇത്തായൊക്കെ എൻ്റെ അയൽവക്കമാണ്. അയൽവക്കം മീൻസ് എൻ്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ്. ഞാൻ മേപ്പുറത്തോടി അറക്കിയപ്പടി. എല്ലാവരും തയ്യാറായിട്ട് അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ വൈബ്? അടിപൊളി. ചെറിയൊരു സങ്കടം ഉണ്ടല്ലേ? സെയിം ബാച്ച് കുറച്ച് കുറവായതുകൊണ്ട് ഒരു ചെറിയ സങ്കടത്തിലാണ് രണ്ടുപേരും. കൈസേ വണ്ടിയിൽ നിന്നൊന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? അവനെ ഇന്ന് വന്നിരിക്കുന്ന ഈ ഗ്രൂപ്പിൽ കൂടുതലും ഒരു ഏജ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു 50 വയസ്സ് അങ്ങനെയാണ്, ഒരു പകുതിയിലധികം. അപ്പോൾ അവൻ്റെ വൈബിലുള്ളവർ ഇത്തിരി കുറവാണ്, എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഞങ്ങളൊക്കെ കുറച്ചൊക്കെ ഡാൻസ് കളിച്ചു. എന്നാലും കുറച്ചു നേരമൊക്കെ വണ്ടിയിലിരുന്നൊന്ന് ഉറങ്ങി. അടിപൊളി വൈബല്ലേ നോക്കി. ഇവിടെയൊക്കെ ഒരുത്തൻ എന്നെ ഒന്ന് പേടിപ്പിച്ചു. നല്ല തട്ടിപ്പറിച്ചുകൊണ്ടൊന്നും പോകുമെന്ന് അറിയില്ല. നമുക്ക് കൊട്ടവഞ്ചിയിൽ കയറിയിട്ട് ഇതിൻ്റെ ആ ഒരു വൈബ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ. ശരിക്കും ഇവിടെ 2 ടൈപ്പ് സഫാരി ഇല്ലേ? ഒന്ന് ഇതുപോലെയുള്ള ഈ ബഡ്ജറ്റിൽ വരുന്നത് ചെറിയ പാക്കേജേ ഉള്ളൂ. ഇപ്പൊ ചെറിയ പാക്കേജ് ഉള്ളൂ അല്ലേ? നേരത്തെ വലിയ വെള്ളമുള്ള സമയത്ത് ലോങ് ആയിട്ടുള്ളൂ. 2 വർഷമായിട്ട് നടത്തുന്നില്ല. അതെ, ചെറുത് മാത്രമേ ഉള്ളൂ. അതെന്താ നടത്താത്തപ്പോ? ഡിപ്പാർട്ട് ഒരു അനുവാദം കിട്ടിയ നടത്താനായിട്ട്. വെള്ളം കുറയണ സമയത്തായിരിക്കും ഉണ്ടാവുള്ളൂ. വലിയ വെള്ളത്തിന് താഴോട്ട് പോകത്തുള്ളൂ. ഇപ്പൊ പോകാനൊക്കത്തില്ല. ഇവിടെ എല്ലാം വെള്ളമുള്ള സമയത്ത് താഴോട്ട് പോകാനൊക്കത്തുള്ളൂ. വലിയ വെള്ളത്തിന് താഴോട്ട് പോകും. ഇതിപ്പോ ഷോർട്ടേഡ് എന്നും ഉള്ളതാണ്. ഇപ്പൊ ഇവിടെ ചെറിയ ഇപ്പൊ ഇത്ര ഏരിയയിലേക്കായിരിക്കും പോകുള്ളൂ അല്ലേ? ഇവിടെ നമ്മളൊരു 3/4 കിലോമീറ്റർ പോകും. പോകൂലേ? മറ്റേതാണെങ്കിലോ? മറ്റേ 2 കിലോമീറ്റർ ദൂരമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടുത്തെ കൊട്ടവഞ്ചി സഫാരിയിലേ 2 ടൈപ്പ് പാക്കേജ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ പാക്കേജ് എന്ന് പറഞ്ഞപ്പോൾ 2 വർഷമായിട്ട് കുറച്ച് നിർത്തി വെച്ചിരിക്കാന്ന് പറഞ്ഞു. അത് ഈ പോകുന്ന വാട്ടർഫാൾ കണ്ടോ? ഈ പോകുന്ന ഇതിന്റെ ഈ അരുവിയിലൂടെ നല്ല സ്പീഡിൽ ഡ്രൈവ് പോവും. അപ്പൊ ഇച്ചിരി വെള്ളം കൂടുന്ന സമയത്താണ് അത് വിടുകയുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം പോകുന്ന കൊട്ടവഞ്ചി സഫാരിയാണ്. എല്ലാവരും സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡിയായോ? നീന്തലൊക്കെ അറിയാമോ എല്ലാവർക്കും? മുങ്ങി പോകുന്നില്ല അല്ലേ? ആ ധൈര്യത്തിൽ കയറാം. മുങ്ങി പോകുന്നില്ല അല്ലേ? ഒന്നും കൊണ്ടും പേടിക്കാനില്ല. അതെ. അപ്പൊ നമ്മുടെ കൊട്ടവഞ്ചിയുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതെ, എന്റെ കൂടെ ഇന്ന് ഞങ്ങൾ 4 പേരാണ്. നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടാണ് കയറുന്നത്. അതെ, കുറച്ച് പേര് നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ മേളിൽ നിൽപ്പുണ്ട്. അപ്പൊ എന്റെ കൂടെ അതെ ഞങ്ങൾ 3 പേരാണ്. പിന്നെ ചേട്ടന്റെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. എന്ത് പുഴയാ? KSRTC വെള്ളത്തിലാ.
അവിടെ ടീം കറക്കി കഴിഞ്ഞിട്ട് തല കറങ്ങി കിടക്കുന്നതാണ്. So, no, 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 I don't think so. No, 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 it's never, ever, 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 ever gonna happen. ഞങ്ങളെല്ലാവരും കൊട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുന്ന ടൈമാണോ അത്? അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നോ? ഫോട്ടോ എടുക്കണോട്ടോ. So, no, 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 I don't think so. No, 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 it's never, ever, 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 ever gonna happen. I don't think so. No, 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 no. അടവിയിൽ സ്വറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. ലവേഴ്സൊക്കെ വന്ന് അടിച്ച് പൊളിച്ചിരിക്കാം. എല്ലാം പകർത്തി. അപ്പൊ നമ്മുടെ അടവിന്ന് ഞങ്ങൾ നേരെ ഇനി തിരിക്കുകയാണ് ഗവിയിലേക്ക്. ഏകദേശം ഒരു 2 മണി ആ സമയമാകുമ്പോൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ചെന്നിട്ടാണോ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ. I don't think so. No, 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 I don't think so. No, 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 it's never, ever, 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 ever gonna happen. I don't think so. അപ്പോൾ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഗവി ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്നാണ് കേട്ടോ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഇത് നമ്മളുടെ പാക്കേജിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ ഷിജു ചേട്ടൻ ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ടിക്കറ്റും അതിൽ നമ്മുടെ കൊട്ടവഞ്ചി ടിക്കറ്റും ഇവരുടെ പാക്കേജിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ.
ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മുഴിയാർ ഡാമിലാണ് കേട്ടോ. ഇവിടുന്ന് അടുത്ത കക്കാട് ജലവൈദ്യുത ബന്ധത്തിലേക്ക് കൊണ്ടുപോകണം. അവിടെ കണ്ടെത്തുന്നതിന് ശേഷമാണ് ഈ വെള്ളം പുറത്തേക്ക് തുറന്നു പോകുന്നത്. ഇത് ഇവിടെ ടണൽ വഴിയാണ് ഈ വെള്ളം പോകുന്നത്. ഒരു 8 കിലോമീറ്റർ ടണൽ വഴിയാണ് കക്കാട് ജലവൈദ്യുത ബന്ധത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നു വന്നതെന്ന് പറഞ്ഞാൽ മുഴിയാർ ഡാമിൻ്റെ ടോപ്പിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ ഇത് ഇവിടത്തേക്ക് വെള്ളം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന വെള്ളം പിന്നീട് പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയിട്ട് ഇവിടെ വന്ന് ചേരുന്നതാണ്. നമ്മളിനി നേരെ പോകാൻ പോകുന്നത് കക്കി ഡാമിലേക്കും കൂടിയാണ്. അപ്പോൾ പോണ വഴിക്ക് പെൻസ്റ്റോക്ക് പൈപ്പും കൂടി കാണാൻ പറ്റും. അവിടെ നമുക്ക് കാണിക്കാം. ഇതേപോലെയുള്ള ഒരുപാട് വളവുകളും വീതി കുറഞ്ഞതുമായിട്ടുള്ള വഴികളും അടങ്ങിയതാണ് കേട്ടോ 90 കിലോമീറ്ററോളം വനത്തിലൂടെയുള്ള ഗവി യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് കടത്തി വിടുകയുള്ളൂ. പിന്നെ ഇത് KSRTCയുടെ തന്നെ ചെറിയ ബസ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇങ്ങോട്ടേക്ക് കടത്തി വിടുകയുള്ളൂ. പൈപ്പ് മുഴുവൻ ഇത് മുഴുവൻ മാൻഭാവി ചെയ്തതാണ്. ഇതിന്റെ സൈഡ് വഴി ചെറിയ വെയിപ്പാളം പോലുണ്ട്. ഈ വലിയ പൈപ്പ് വഴിയാണ് കക്കി ഡാമിൽ നിന്ന് മുഴിയാർ ഡാമിലേക്ക് ശബരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വെള്ളം കൊണ്ടുപോകുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു പവർ ഹൗസും ഉണ്ട് കേട്ടോ. അങ്ങനെ പെൻസ്ട്രോക്ക് പൈപ്പൊക്കെ കണ്ട് നമ്മൾ ഇങ്ങോട്ട് കടന്നു പോന്നപ്പോഴാണ് ഈ കുന്തിരിക്ക മരം കണ്ടത് കേട്ടോ. ഇതിൽ നിന്നാണ് കുന്തിരിക്ക നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്നത്. നമ്മൾ കക്കി ഡാമിന്റെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടോ. മുഴിയാറിൽ നിന്ന് നേരെ കക്കി ഡാമിന്റെ വ്യൂ പോയിന്റിലെത്തി. വരണ വഴിക്കൊക്കെ നല്ല കോടയായിരുന്നു. അപ്പൊ നമ്മള് കക്കി ഡാമിന്റെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ. ഇപ്പൊ തൊട്ട് താഴെ അതിന്റെ റിസർവോയർ ആണ്. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ഉണ്ടായിരുന്ന രണ്ടുപേരും ഷിജു ചേട്ടനും ഷമീർക്കായും. അപ്പൊ രണ്ടുപേരും നല്ല പവർഫുൾ ആയിട്ട് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അടിച്ച് പൊളിച്ച് കോടയും എല്ലാം താണ്ടി ഇങ്ങനെ പോന്നു. ഓക്കെ, എന്താ പറയുക ടൂറിനെ കുറിച്ച്? എല്ലാം ഇപ്പൊ ഒത്തിരി പ്രാവശ്യം പോയിട്ടില്ലേ ഈ ടൂറിലൊക്കെ? ഗവിക്ക് ഇപ്പൊ 2 പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലേ? മൂന്നാമത്തെ ടൂർ. ഞങ്ങൾ രണ്ടുപേരാണ്. ഞങ്ങളുടെ സ്ഥിരം ടൂർ മൂന്നാറ്, മാമലണ്ടം, മൂന്നാറ്. അതെ, ഇത് 3 പ്രാവശ്യമായി. ഇത് ബുക്കിംഗ് കുറവാണ്. ആളായി കഴിഞ്ഞാൽ പോകും. 35 പേരായി കഴിഞ്ഞാൽ നമ്മൾ പോകും. ഇനി എപ്പോഴാണെങ്കിലും ബുക്ക് ചെയ്ത് 35 പേരായി കഴിഞ്ഞാൽ വണ്ടി ഗവിക്ക്. ഓക്കെ. അപ്പൊ KSRTCയുടെ എല്ലാ ജില്ലകളിൽ നിന്നും ഇതുപോലെയുള്ള ടൂർ പാക്കേജുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ വന്നത് നേരെ പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്നാണ്. എന്തായാലും അടിപൊളിയായിരുന്നു ടൂറൊക്കെ. എന്നുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ അടിപൊളിയല്ലേ? വ്യൂ പോയിന്റ് ഒക്കെ അടിപൊളിയല്ലേ? എവിടെ കല്ലാന്നാ ഞാൻ വിചാരിച്ചേ. കക്കീന്നാ? എങ്ങനെ പേര് വന്നതെന്ന് അറിയില്ല. കക്കി ഡാമിന്റെ റിസർവോയർ ആണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വെള്ളമാണ് നേരെ നമ്മൾ ആദ്യം കണ്ട ആ പെൻസ്ട്രോക്ക് പൈപ്പ് വഴിയൊക്കെ
മുഴിയാറ് ഡാമിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ ആദ്യം കണ്ട ഡാമുണ്ടല്ലോ മുഴിയാറ്, അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ മലകൾ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ടാണ് ഇത്തിരി ഭാഗമായിട്ട് തോന്നുന്നത്. ഇവിടുത്തെ തമിഴാണ് കോഴിക്കടിക്കലാണ്. ഈ ഡാമിനൊരു പ്രത്യേകത, ഈ ഡാമിൽ ഷട്ടറില്ല. ഷട്ടറുകളില്ലാത്ത ഈ കക്കി ഡാമിന്റെ മുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ താഴ്വാര പ്രദേശം ഉണ്ടല്ലോ, നല്ല താഴ്ചയാണ് കേട്ടോ, അഗാധമായ ഒരു കൊക്ക. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടിയിലിരുന്ന് എല്ലാവരും കമന്റുകളൊക്കെ പറയായിരുന്നു, മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വരുന്ന വെള്ളം എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പൊട്ടു എന്തെങ്കിലും ചെയ്താൽ കക്കി ഡാം തടഞ്ഞു നിർത്തുമെന്നൊക്കെ പറയായിരുന്നു. പക്ഷെ മുല്ലപ്പെരിയാർ വേറെ റൂട്ടാണ് അതിൻ്റെ ഒരു ദിശ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം വരുന്ന ദിശയല്ല. ഞങ്ങളുടെ ഈ യാത്രയിൽ ഇടവിട്ട് നല്ല മഴ കിട്ടി. അപ്പോൾ ഈ ഡാമിൻ്റെ ഇവിടെ ജലനിരപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റുകളാണ് ഈ താഴെ കാണുന്നതെല്ലാം. വാട്ടർ ലെവലാണ് അവിടെ എല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഗവിയുടെ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന രംഗമാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ KSRTC വണ്ടി ഗവി ചെക്ക് പോസ്റ്റും കടന്ന് എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മളുടെ ഈ യാത്രയിൽ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ആനയെ കണ്ടു, പിന്നെ 1-2 സ്ഥലത്ത് വെച്ച് ഇതുപോലെ മ്ലാവിനെ കണ്ടു കേട്ടോ. അതുപോലെ മാൻകൂട്ടം. മഴയായതുകൊണ്ട് മാനൊക്കെ കുറച്ചൊന്നും അങ്ങോട്ട് റോഡ് സൈഡിലേക്ക് വന്നില്ല. പക്ഷേ ഇത് കുറച്ച് അങ്ങ് ടോപ്പിൽ മ്ലാവ് നിൽക്കുന്നത് ഞാൻ സൂം ചെയ്തതാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് ദൂരെയാണ്, അങ്ങ് ടോപ്പിലായിട്ട് കുറേ മ്ലാവ് കയറി നിൽക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. കുറച്ച് പേര് വെച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, അതിനുള്ള സൗകര്യമുള്ളൂ. ഇവിടെ അവരുടെ KSEBയുടെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഇതുണ്ട്, അവിടെ നിന്നാണ് നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വേറെ ഭക്ഷണ സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ ഞാനും കൈസുങ്ങടേയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്രമൊക്കെ കഴിക്കാനായിട്ട് അങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഭക്ഷണം എന്ന് പറയുന്നത് KSRTCയുടെ ഈ പാക്കേജിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രാവിലത്തെയും വൈകുന്നേരത്തെയും ഭക്ഷണം നമ്മൾ പേഴ്സണലായിട്ട് തന്നെ എടുക്കണം. എന്തായി ഭക്ഷണത്തിന്റെ റെഡി ആയല്ലോ? എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു തുടങ്ങിയ? പുഴമീൻ, വലിയ പുഴമീനാണ്. അതെ. ഇതിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ പോകുന്നത് ഗവിയിലേക്കാണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാനും ഒക്കെ ഉള്ളത് പേര് പറഞ്ഞ് സാബു. സാബു നമ്മുടെ ഫോറസ്റ്റിന്റെ സാറാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഗവി ഇതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്നൊരു എത്ര ഡാമുകളുണ്ട് ഇവിടെ? ശരി, 4 ഡാമുകൾ ക്രോസ് ചെയ്യുന്നുണ്ട്. 4 ഡാമുകൾ നമ്മൾ ക്രോസ് ചെയ്യുന്നു. പമ്പ ഡാമിന്റെ സൈഡിൽ കൂടെ പോകുന്നു. മൂഴിയാർ ഡാം, കക്കി ഡാം, ആനത്തുള്ളി ഡാം, ഗവി ഡാം. അതിൽ 3 ഡാമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പമ്പ ഡാമാണ്. അത് സരികടപ്പുകൾ ക്രോസ് ചെയ്യില്ല. അത് കഴിഞ്ഞ് ഗവി ഡാം. അത് കഴിഞ്ഞ് കുറേ പുൽമേടുകളുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മൾ വണ്ടിപ്പെരിയാർ ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടിപ്പെരിയാർ കഴിഞ്ഞിട്ടാണ് പാമ്പനാറും കഴിഞ്ഞിട്ടാണ് പരുന്തുംപാറ കയറുന്നത്. ഓക്കെ. അതിനകത്ത് ആനത്തോട് ഡാം സൂപ്പറാണ്. അത് ഒരു ചെറിയൊരു ആർച്ച് ഡാമാണ്. നമ്മുടെ ഇടുക്കി ഡാമിനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ചെറിയൊരു ആർച്ച് ഡാം. അത് അടിപൊളിയാണ്. പക്ഷെ അവിടെ നല്ല മഴയായിപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാമായിരുന്നു. അപ്പോൾ നമ്മളിവിടെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. മരം പടർന്ന് കയറിയേക്കണെയാണ് കേട്ടോ. കെട്ടിടത്തിന്റെ ഭിത്തിക്കടിയാണ് പടർന്ന് കയറിയേക്കണത്. ആ സൈഡ് മുഴുവൻ കെട്ടിടത്തെ വിഴുങ്ങി.
നമ്മുടെ ഒരു ആൽമരത്തിനോട് സമാനമായ വേരുകളുള്ള ഏതൊരു ഫൈക്കസ് മരമാണോ എന്നറിയില്ല. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഗവിയിലേക്ക് കയറുകയാണ്. നമ്മളപ്പോൾ യഥാർത്ഥ ഗവിയിലേക്ക് എത്തിപ്പെട്ടു കേട്ടോ. അതെ, വണ്ടി ആ ഗവിയുടെ വൈബിലാണ് കിടക്കുന്നത്. ഇതാണ് ശരിക്കും ഗവി എന്ന് പറയുന്ന സ്ഥലം. അതെ, അപ്പുറത്താ കാണുന്നത് ഒരു ക്ഷേത്രം ഓർഡിനറി സിനിമയിൽ ഷൂട്ട് ചെയ്തതാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഒന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ചെറിയ 1-2 കടകളും ഒരു പോസ്റ്റ് ഓഫീസ് അങ്ങനെ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്കും ഗവി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മളിനി നേരെ അങ്ങോട്ടേക്ക് വീണ്ടും പോവുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ടേ. നല്ല മഴയല്ല, ഇപ്പം ചെറിയ ചാറ്റമഴയുള്ളൂ. ഇത്ര നേരം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ ഒരു തടാകം, അതിൻ്റെ വൈബിൽ ഇപ്പുറത്തതാ ക്ഷേത്രം. ഇവിടെയാണ് കേട്ടോ ഗവി സിനിമ ഷൂട്ട് ചെയ്ത ക്ഷേത്രമാണ് ഇത്. ഇവിടെ ഒരുപാട് ലൊക്കേഷനുകളുണ്ട്, അതിലൊന്നാണ് ഇത്. എനിക്ക് വേണ്ടിയിട്ട് അവിടെ ബസ് വെയിറ്റ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ അങ്ങ് ടോപ്പിലേക്ക് കയറി പോകുന്നില്ല കേട്ടോ. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. നമ്മൾ ആനത്തോട് ആ ഡാമിൻ്റെ പരിസരത്തേക്ക് എത്തിയതുപോലെ തന്നെ ഇതും ഏകദേശം ആർച്ച് ഡാം തന്നെയാണ് കേട്ടോ. ഒരു ചെറിയ ആർച്ച്. ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നുണ്ടല്ലോ ഈ പ്രകൃതിയോടുള്ള ആത്മബന്ധം, അല്ലെങ്കിൽ ഈ പച്ചപ്പിനോടുള്ള ആത്മബന്ധമാണ് എങ്കിൽ നമുക്ക് KSRTC ഈ ടൂർ പാക്കേജിലൂടെ നമുക്ക് നൽകുന്നത് ഈ ഒരു പ്രകൃതിയോട് മാത്രമല്ല. അവിടെ നമ്മൾ രാവിലെ വന്ന് പരിചയപ്പെടുന്ന ഓരോ മുഖങ്ങളും ഒരു ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് അടുത്ത് പരിചയപ്പെട്ട മുഖങ്ങളായി മാറും. വൈകുന്നേരം പിരിയുമ്പോഴേക്കും അവരിൽ ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ ആത്മബന്ധത്തോടു കൂടിയായിരിക്കും നമ്മൾ പിരിയുന്നത്. അപ്പോൾ ഈ KSRTCയുടെ ഈ യാത്ര ഞാൻ വളരെ അധികം ആസ്വദിച്ചു. ഇന്നിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും ആരും പോവാതെ ബോട്ടെല്ലാം കരയ്ക്ക് ചേർത്തിട്ടേക്കാണ്. ബോട്ടിങ് അല്ല, കയാക്കിംഗ് ആണ്. ഏതൊരു തൊഴിൽ മേഖല എടുത്തു നോക്കിയാലും അതിലെല്ലാം വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അവതരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിൽ ആത്മാർത്ഥതയുള്ള ഒരുപാട് തൊഴിലാളികളുടെ പ്രയത്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ ഈ ടൂർ പാക്കേജ് ലീഡ് ചെയ്തത് ഷിജു ചേട്ടനും ഷമീർക്കായുമാണ്. അവർ രണ്ടുപേരും ആയിരുന്നു മാറി മാറി ഡ്രൈവ് ചെയ്തു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നും എല്ലാം ടൂറിനെ വളരെ വിജയിപ്പിക്കുന്നതിൽ അവർ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ടൂർ പാക്കേജിൻ്റെ ലീഡ് ചെയ്യുന്ന ഗണേഷ് സാറ്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് ഈ ടൂറ് ബുക്ക് ചെയ്തത്. അപ്പോൾ ആ ഗണേഷ് സാറിൻ്റെയും അതേപോലെ ഒരുപാട് പേരുടെ, ഇപ്പോൾ ഈ ഒരു പെരുമ്പാവൂർ ഡിപ്പോ മാത്രമല്ല കേട്ടോ, മറ്റുള്ള ഡിപ്പോകളിലുണ്ട്, അവരുടെ ഒരുപാട് പേരുടെ പ്രയത്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ആ ഒരു പ്രയത്നമാണ് ഇങ്ങനെയുള്ള ടൂർ പാക്കേജുകളെല്ലാം വിജയിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം നല്ല ഒരു കയ്യടിയോട് കൂടിയ നല്ല അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഓർഡിനറി സിനിമയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ ഇത്. ഇത് അവസാനം ആ ശവമൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഇതെല്ലാം ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ചെന്താമരക്കൊക്ക് അങ്ങനെയാണ് ഇതിൻ്റെ പേര് കിടക്കുന്നത്. അപ്പം അങ്ങോട്ടേക്കൊന്നും ശരിക്കും കാഴ്ചകൾ കാണാൻ പാടില്ല, മുഴുവൻ കോട നിറഞ്ഞിരിക്കുന്നത് കാരണം. ഒരു ഭാഗമാണ് KSRTC ബസ് കേരളമായിട്ട് സ്ഥലിക്കുമാർ നന്നാക്കാനൊക്കെ വരുന്നൊരു ഭാഗം. അത് ചിത്രീകരിച്ചത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ആയിരുന്നു അതിൻ്റെ സെറ്റ്, ഇവിടെ വെച്ചാണ് അത് ചിത്രീകരിച്ചത്. കേട്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് സലീം കുമാർ ബസ് നന്നാക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചത്. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി നമ്മൾ കടന്നു പോന്നു കഴിഞ്ഞ് വണ്ടിപ്പെരിയാറിൽ അവസാനിക്കുന്നതിന് മുമ്പുള്ള ധാരാളം പ്രകൃതി സുന്ദരമായ കാഴ്ചകൾക്കൊപ്പം തന്നെ
നോഹയുടെ പെട്ടകം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന മരം ആസാമിലും ഇവിടെയും മാത്രമേ ഉള്ളൂ. ആസാമിലുള്ള നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഗവിയിലുള്ള ആ ഒരു മരം നമുക്ക് കാണാം. പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഭയങ്കര മഴയായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. നിങ്ങൾ ഈ പുറകെ വരുന്ന ഈ കാറുകൾ കണ്ടോ, ഇത് പോലെ ഈ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള KSRTCകളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അനുഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള ബസ്സുകൾ പോകുമ്പോൾ അതിൻ്റെ മറ ചുറ്റി നമ്മളിങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ, ബൈക്കിൽ പോയാലും കാറിൽ പോയാലും അതിൻ്റെ മറ പിടിച്ച് നമ്മളിങ്ങനെ പോവുക എന്ന് പറയുമ്പോൾ മറ്റുള്ള മൃഗങ്ങളോ ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായി അതിൽ നിന്നുള്ള ഒരു രക്ഷയാണ്. ഞാൻ അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ. അഗർത്ത രാജേഷ് ബ്ലോഗ് AGRTH. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറിയിട്ടോ. ഇപ്പോൾ നമ്മൾ 90 കിലോമീറ്റർ പിന്നിട്ടിട്ട് നമ്മൾ നേരെ KSRTC കടന്നു പോകുന്നിരിക്കുകയാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയായിരുന്നു 90 കിലോമീറ്ററും. അപ്പോൾ നമ്മൾ പരുന്തംപാറയിലേക്ക് എത്തിയിട്ടോ. സമയം 7 മണി കഴിഞ്ഞു. 7:15 എത്തിയത്. നല്ല മഴ മാറി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് വലിയ വ്യൂസൊന്നും കാര്യങ്ങളൊന്നും അധികം കാണാൻ പറ്റില്ല. കോടയൊന്നും കാര്യങ്ങളും ഇല്ല കേട്ടോ. പക്ഷേ എന്തായാലും പരുന്തംപാറയിലും കൂടി നമ്മൾ കയറിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഒഴിവിടെ നേരെ മേളിലേക്ക് കയറാം. നമുക്ക് പരുന്തംപാറ വേറൊരു ദിവസം നമുക്ക് നന്നായിട്ട് എടുക്കാം. ഒരു ദിവസം ഇനി എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പരുന്തംപാറ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.